ഭാഗ്യക്കുറിയുണ്ട് എത്ര പേരാണ് നോക്കിയിരുന്ന ആത്മഹത്യ ചെയ്യുന്നത്. എന്ന് ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളില്ല. ഞാൻ ആ ചിന്നമ്മ ടീച്ചറിന്റെ കൂടെ ഒക്കെ നടന്നതാ. മദ്യം നിരോധിക്കണം പറഞ്ഞ ആര് നിരോധിച്ചു? ഇതല്ലേ നമ്മുടെ വരുമാനം, വേറൊന്നും വരുമാനം ഇല്ലല്ലോ. പിന്നെ കൊല നടക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റാണ് കുറ്റവാളി. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്, പിന്നെ ആകത്തുള്ളൂ കൊലയാളികൾ. ഇതിനൊരു മാറ്റം വരണം. നിയമത്തിൽ ശരിക്ക് ഭേദഗതി വരുത്തി അർഹതപ്പെട്ട ശിക്ഷ എല്ലാവർക്കും കൊടുത്തിരിക്കണം. അത് ഗൾഫിലെ ശിക്ഷ വരുന്നതാണ് ഏറ്റവും ഉത്തമം. 100%. 81 പേരുടെ വധശിക്ഷ ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കി സൗദി അറേബ്യ. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവയും ഇവർ ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. 13 ജഡ്ജിമാർ 3 ഘട്ടങ്ങളിലായി നടത്തിയ വിചാരണയ്ക്കൊടുവിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതിന്റെ ബാക്കിയായിട്ട് എനിക്ക് പറയാനുള്ളത്, വേണ്ട, യോഗ്യതയുള്ളവർ പറയട്ടെ. ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ്. അതെ, മാറിക്കൊടുക്കി. കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭരിക്കട്ടെ. മനുഷ്യന് ഇത്തിരി സമാധാനം കിട്ടട്ടെ.